ഈ ഒരുപാട് പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് ലുഫ്താൻസ എയർലൈൻസ് വിമാനത്തിന് എന്താണ് സംഭവിച്ചതെന്ന്. അപ്പോൾ ആ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം വീണ്ടും ചേരുകയാണ് അച്യുതൻ. അച്യുതൻ, ഈ ലാൻഡിങ്ങിനുള്ള അനുമതി ലഭിക്കാത്തതിനെ തുടർന്നാണ് വിമാനം ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ തിരിച്ചിറക്കിയതെന്നാണല്ലോ പറയുന്നത്. ഇതിനപ്പുറമായി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ക്രിസ്ത്യന ഹാഷ്മി, ഇന്നലെ വൈകിട്ടോടെയാണ് ഈ വിമാനം, അതായത് ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ടത്. ഈ ജർമ്മനിയിൽ നിന്ന് പുറപ്പെടുന്ന സാഹചര്യത്തിൽ ലുഫ്താൻസ എയർലൈനിൻ്റെ LH752 എന്ന് പറയുന്ന വിമാനം പുറപ്പെട്ട അതിനുശേഷമാണ് ഇത്തരത്തിൽ ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതി, അതിൻ്റെ ലാൻഡിംഗ് പെർമിഷൻ ലഭിച്ചിട്ടില്ല, നൽകിയിട്ടില്ല എന്നത് ചൂണ്ടിക്കാട്ടുന്നത്. തുടർന്നാണ് ഈ വിമാനം, ഈ ലുഫ്താൻസ എയർലൈനിൻ്റെ വിമാനം ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് വിമാനത്താവളത്തിൽ തന്നെ തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ലുഫ്താൻസ എയർലൈൻ നൽകിയിരിക്കുന്ന അവരുടെ ഒരു വിശദീകരണം എന്നുള്ളത് ഈ ലാൻഡിങ്ങിനുള്ള അനുമതി ലഭിച്ചില്ല, അതുകൊണ്ടാണ് ജർമ്മനിയിലേക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് അത്തരമൊരു അനുമതി നൽകാത്തത്, ലാൻഡിംഗ് പെർമിറ്റ് നൽകാത്തത് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഹൈദരാബാദ് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഈ സംഭവത്തിൽ. സ്വാഭാവികമായും ജർമ്മനിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് പുറപ്പെടുന്ന വിമാനം ഇന്ന് പുലർച്ചെയാണ് ഹൈദരാബാദ് വിമാനത്താവളത്തിൽ എത്തേണ്ടിയിരുന്നത്. പക്ഷേ ഈ ലാൻഡിംഗ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് ഈ വിമാനം ജർമ്മനിയിൽ തന്നെ തിരിച്ചിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഹാഷ്മി, ക്രിസ്റ്റിന.